ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6 മാർക്കിന് ഈ ഒരു എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ 6 മാർക്കിന് നിങ്ങൾക്കറിയാം, ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പാഠഭാഗത്തിൽ നിന്നായിരിക്കും കൂടുതലും എന്താണ് എസ്സേ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എസ്സേ വരുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് 1 പത്രനീതി, 2 ശ്രീനാരായണ ഗുരു, 3 എന്താണ് കോഴിയും കിഴവിയും. ഈ പാഠങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് എന്താണ് എസ്സേ പ്രതീക്ഷിക്കാവുന്നത്. പത്രനീതിയിൽ നിന്ന് എന്തായാലും പത്രത്തിന്റെ ധർമ്മത്തെക്കുറിച്ച്, ഇന്നത്തെ കാലത്തും പണ്ടുള്ള പത്രത്തിന് വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസത്തെ കുറിച്ചായിരിക്കും നമുക്ക് എന്തായാലും എസ്സേ വരുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് ഇന്നത്തെ സമകാലിക സമൂഹത്തിലുള്ള പ്രാധാന്യത്തെ കുറിച്ചായിരിക്കും നമുക്ക് എസ്സേ വരുന്നത്. കോഴിയും കിഴവിയിൽ നിന്നാണെങ്കിൽ കഥയുടെ ആസ്വാദനവും അതോടൊപ്പം മത്തായിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ മത്തായിയുടെയോ അല്ലെ മർക്കോസിന്റെയോ കഥാപാത്ര നിരൂപണമായിരിക്കും ചോദിക്കുന്നത്. ഈ 3 പാഠമല്ലാതെ നമുക്ക് കഥാപാത്ര നിരൂപണം വരുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്, അതായത് എസ്സേ വരുന്ന ഒരു പാഠം ഏതാണ്? നമ്മുടെ പണയമാണ്. അതിൽ നിന്നും ചാക്കുണ്ണിയുടെ കഥാപാത്ര നിരൂപണമോ അല്ലെങ്കിൽ ചെമ്പുമത്തായിയുടെ കഥാപാത്ര നിരൂപണമോ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 6 മാർക്കിന് വരുന്ന പാഠങ്ങൾ ഇതായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കായിരിക്കണം 6 മാർക്കിന് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർ ആ രീതിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചോളണം. അപ്പം മിസ് പറഞ്ഞുതരാം, നോട്ടുകൾ എഴുതിയെടുത്ത് പഠിച്ചോളുക. അപ്പം ഇതിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. 2 തവണ നമുക്കൊരു 2016 മുതൽ 22 വരെയുള്ള അല്ലെങ്കിൽ 23 വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ 2 തവണയോളം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെ ആസ്വാദനം തയ്യാറാക്കാം? പാഠം എഴുതിയത് ആരാണ്? അല്ല, ഇതിലെ ആ കോഴിയും കിഴവിയും എന്ന തലക്കെട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കഥ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കഥ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ മകനെ മൂട് മറക്കരുത്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മത്തായിയുടെ അമ്മയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മത്തായിയുടെ പെരുമാറ്റം, മർക്കോസ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതിലെ പ്രയോഗങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും അത് വിശദീകരിച്ചുകൊണ്ടുമായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു മോഡൽ നോക്കാം. അയൽക്കാരായ 2 കുടുംബങ്ങൾ തമ്മിലുള്ള നിസാര പ്രശ്നം രമ്യമായി പരിഹരിക്കാതിരിക്കുകയും അത് ഗുരുതരമായ വഴക്കിൽ കലാശിക്കുകയും ചെയ്യുന്നത് ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടി കലർത്തി അവതരിപ്പിച്ച കഥയാണ് കാരൂരിന്റെ കോഴിയും കിഴവിയും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മാർക്കിന് എന്തായാലും നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യം വരും. അപ്പോഴും നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു വരിയാണ്. അപ്പൊ നോട്ടിലേക്ക് എഴുതിയെടുത്ത് വായിച്ചോളണം. മത്തായിയും മർക്കോസും മത്തായിയുടെ അമ്മയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു കോഴിയെ ആരോ എറിഞ്ഞു കൊന്ന നിസാര സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന കഥയെ ഏറെ ആസ്വാദികരമാക്കുന്നത് കഥയിൽ ഉടനീളം പ്രകടമാകുന്ന ആക്ഷേപഹാസ്യമാണ്. കോഴിയും കിഴവിയും എന്ന ശീർഷകം തന്നെ ചിരി ഉണർത്തുന്നതാണെങ്കിലും കഥയിലെ കോഴി സമ്പത്തിന്റെയും കിഴവി മൂല്യങ്ങളുടെയും പ്രതീകമാണ്. കോഴിയുടെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണ് നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഇത്തരം പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ കൊട്ടേഷൻ അല്ലെ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ആ സ്വാദുള്ള ശവം അവരുടെ പറമ്പിനരികിൽ കിടന്നു എന്നിവയെല്ലാം വായിക്കുമ്പോൾ കോഴിയുടെ മരണത്തിലുള്ള ദുഃഖമല്ല, പകരം ചിരിയാണ് വായനക്കാരിൽ ഉണരുക. മനുഷ്യന്റെ സഹാനുഭൂതി, കാരുണ്യം എന്നിവ യഥാർത്ഥമല്ല, കപടമാണ് എന്ന വിമർശനം ഇവിടെ കാണാം. കൊന്ന പാപം തിന്നാൽ തീരും എന്നാണ് പഴമൊഴിയെങ്കിലും മത്തായിയുടെ കോഴിയുടെ മരണം ഒരു വിപ്ലവത്തിന് കാരണമായി. കോഴിയെ കറിവെച്ച് തിന്നെങ്കിലും മത്തായിയുടെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. കോഴി സാധാരണ ചികയുകയും മാന്തുകയും ചെയ്യുന്നത് മണ്ണിലാണ്. എന്നാൽ ഇവിടെ മത്തായിയുടെ തലച്ചോറിൽ കോഴിയും കിഴവിയും കോഴി ചികയുകയും മാന്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാർക്കോസിനെ എങ്ങനെ കൊടുക്കാം എന്ന മത്തായിയുടെ ചിന്തയെയാണ് ഇവിടെ കോഴി ചികയുകയും മാന്തുകയും ചെയ്യുക എന്നുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഥ വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകുമ്പോഴും ഹാസ്യത്തിന്റെ മേമ്പൊടി ഒട്ടും നഷ്ടപ്പെടുന്നില്ല. മത്തായിയുടെ അച്ഛന്റെ മരണം പോലും ആ കുടുംബത്തിന്റെ ഭാഗ്യമാണ് എന്നാണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത്. പെൺപിള്ളേരെ മാത്രമേ പെറുകയുള്ളൂ എന്ന മർക്കോസിന്റെ അമ്മയ്ക്ക് വാശിയായിരുന്നു. എന്നും അങ്ങനെയായി ആ കുടുംബം എന്താണ് ക്ഷയിച്ചു എന്ന് പറയുന്നതിലും മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും എന്ന് പറയുന്നതിലും നമുക്ക് എന്താണ് നമുക്ക് അത്രത്തോളം നർമ്മം ദർശിക്കാവുന്നതാണ്. അത്യാഗ്രഹം കൊണ്ട് മർക്കോസിനെ കോഴിക്കള്ളനാക്കിയാണ് മത്തായി പ്രതികാരം ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ ഈ കൊച്ചുങ്ങളെ പോലും അറിയിക്കാതെ മാപ്പിളയും പെമ്പിളയും കൂടി കോഴിയെ വേവിച്ചു തിന്നേച്ച് അതിൻ്റെ പേരിൽ അവന് കേസും.
എന്ന് മത്തായിയുടെ അമ്മ പറയുന്നതിലും ആക്ഷേപഹാസ്യം തന്നെയാണ് കാണാവുന്നത്. ഇനിയിപ്പോൾ അഥവാ ഇതിൽ ആക്ഷേപഹാസ്യമാണ് അല്ലെങ്കിൽ നർമ്മത്തിൽ ചാലിച്ചാണ് ഈ ഒരു കഥ എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നിങ്ങൾ വിശദീകരിച്ചാൽ മതി. എന്നിട്ട് അവസാനം എഴുതുക, അത്യാഗ്രഹവും അഹങ്കാരവും പിടിവാശിയും എല്ലാം രണ്ട് കുടുംബങ്ങളെ എങ്ങനെ അകറ്റി എന്ന് കഥ വായനക്കാരിൽ ചിരി ഉണർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് അഗ്നിപർവ്വതമായും യുദ്ധമായും എല്ലാം അവതരിപ്പിക്കുമ്പോഴും ഹാസ്യത്തിനപ്പുറം നന്മയുടെ സന്ദേശം കൂടെ പകരാൻ കാരൂരിന് കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ നല്ലൊരു ആസ്വാദനം തയ്യാറാക്കി വെച്ചോളാം. അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെ സംഭാഷണങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ എഴുതും എന്നുള്ളതും നിങ്ങൾ പോയിന്റ് ആക്കി എഴുതി വെച്ചോളണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 6 മാർക്കിന്റെ ഒരു ചോദ്യം മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? പത്രങ്ങളെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാ മക്കളെ? പത്രങ്ങളെ കുറിച്ചിട്ടാണ്. പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെ പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. 2 നിരീക്ഷണങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പൊ പ്രഭാഷണം തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും മിസ് പറയാണ്, പ്രഭാഷണം തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉപന്യാസമോ മുഖപ്രസംഗമോ പ്രഭാഷണമോ ആയിരിക്കും 6 മാർക്കിന് ചോദ്യം വരിക. അതിൽ പ്രഭാഷണം വന്നു കഴിഞ്ഞാൽ പ്രഭാഷണമാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ അതിൽ ആദ്യം സംബോധന വേണം. സംബോധന എന്ന് പറയുന്ന സമയത്ത് എന്താണ്? മാന്യരെ, ബഹുമാനപ്പെട്ടവരെ എന്നെഴുതിയിട്ടായിരിക്കണം നിങ്ങൾ മാധ്യമത്തിന്റെ ധർമ്മത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? സുകുമാർ അഴീക്കോടിന്റെ പത്രനീതിയെക്കുറിച്ച് വിശകലനം ചെയ്യണം. പത്രങ്ങളുടെ ധർമ്മം, അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കോട്ടിങ്സ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം നമ്മൾ പറയാണ് എന്നുള്ളത് എപ്പോഴും നമുക്ക് എന്താണ് ഉള്ളിലുണ്ടായിരിക്കണം. ഓഡിയൻസിനോട് പറയാണ് നമ്മൾ, പ്രഭാഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയല്ലേ നമ്മൾ പത്രം ഇങ്ങനെയല്ലേ ആകേണ്ടത്, അതിൽ നിന്നും എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പണ്ടത്തെ പത്രത്തിന്റെ രീതിയല്ല ഇന്ന് കൂടുതൽ റേറ്റിങ്ങിനും അതുപോലെ തന്നെ എന്താണ് ഈ സമ്പത്തിനും പദവിക്കും ഒക്കെ എന്താണ് കീഴ്പ്പെട്ടിട്ടാണ് മാധ്യമങ്ങൾ ജീവിക്കുന്നത്. ഇന്നത്തെ മാധ്യമത്തിന്റെ അവസ്ഥയൊക്കെ സൂചിപ്പിച്ചു കൊണ്ട് വേണം നല്ലൊരു സമൂഹത്തിന് മാധ്യമങ്ങൾ കൃത്യമായിട്ട് അതിന്റെ സത്യസന്ധത പുലർത്തിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് അവസാനം നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പത്രത്തെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നത്. എങ്ങനെ എഴുതാൻ നോക്കാം. നല്ലൊരു ഇതിപ്പോ ഉപന്യാസമാണെങ്കിലാണ് നിങ്ങൾ തലക്കെട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മാന്യരെ എന്നായിരിക്കണം കേട്ടോ. അപ്പൊ ഇത് മിസ് ഇവിടെ കൊടുക്കാൻ കാരണം നിങ്ങൾ എന്താണ്, ഇനിയിപ്പോ പ്രഭാഷണം മാത്രമായിരിക്കില്ല പത്രനീതിയിൽ നിന്ന് ചോദിക്കാം, ഉപന്യാസം ചോദിക്കാം. ഉപന്യാസം ചോദിക്കുന്ന നേരം മാത്രം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? തലക്കെട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ പ്രഭാഷണമാണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഇവിടെ മാന്യരെ, ഈ തലക്കെട്ട് വേണ്ടട്ടോ, മാന്യരെ എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തുടങ്ങുക. സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിച്ച കണ്ണാടി തന്നെയാവണം പത്രങ്ങൾ. കണ്ണാടിയിൽ എപ്രകാരമാണോ കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഇല്ലാതെ കാഴ്ചകൾ തെളിയുന്നത്, അപ്രകാരം തന്നെയായിരിക്കണം പത്രങ്ങളുടെ സത്യസന്ധതയും. ഇന്ന് എങ്ങനെയാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രഭാഷണം എഴുതാവുന്നതാണ്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് പത്രങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെളിച്ചമുള്ള കണ്ണുകൾ തന്നെയാണ് പത്രങ്ങൾ. കാര്യങ്ങൾ സത്യസന്ധമായി നിർഭയത്തോടെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ളതാവണം ഓരോ വാർത്തകളും. പത്രം ഉന്നയിക്കുന്ന വിഷയത്തെ യുക്തിസഹമായി അപഗ്രഥിക്കാനും അതിന്റെ തെറ്റായ വശങ്ങൾക്കെതിരെ പ്രതികരിക്കാനും കഴിയുന്നത് പത്രങ്ങൾ നൽകുന്ന വാർത്തകളുടെ സത്യസന്ധതയെ വായനക്കാരിൽ വിശ്വസിക്കുന്നതിനാലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണേ. സമൂഹത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അതീവ ശ്രദ്ധ ചെലുത്തി അതിലെ സത്യം പറഞ്ഞുകൊണ്ടുവരാൻ കഴിവുള്ള ഒരു അന്വേഷകൻ കൂടിയാവാൻ ലേഖകന് കഴിയണം. പുറത്ത് വെയിലാണെന്ന് ഒരാളും മഴയാണെന്ന് ഒരാളും പറഞ്ഞാൽ ആ 2 വാർത്തയും കൊടുക്കാതെ പുറത്തു പോയി നോക്കിയിട്ട് സത്യം എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയ ആവണം ലേഖകൻ പത്രങ്ങളിൽ വാർത്ത നൽകാൻ എന്ന് ചുരുക്കം. എന്നാൽ ഇത്തരം സദാചാര മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങൾ രാഷ്ട്രീയമായ ചായ്വ് വെച്ചു പുലർത്തുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികളെ വെള്ളപൂശി കാണിക്കുവാനും അവരുടെ തെറ്റുകൾ മൂടിവെക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്ന് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ.
പൊതുജനത്തെ കഴുതയാക്കുന്ന നിലപാടാണ് ഇപ്പോൾ മിക്ക പത്രങ്ങളും തുടർന്നു പോകുന്നത്. വിവരശേഖരണത്തിനും വിജ്ഞാന സമ്പാദനത്തിനും വേണ്ടി സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒന്നാണ് പത്രങ്ങൾ. അത് രാജ്യത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. സാധാരണക്കാരന്റെ വേദനകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലുന്ന ഒന്നായിരിക്കണം പത്രങ്ങൾ. വ്യക്തമായ ലക്ഷ്യബോധവും മികച്ച സംഘാടനവും നീതിബോധവും പത്രപ്രവർത്തന രംഗത്തെ സമൂഹത്തിന്റെ കണ്ണാടിയാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പ്രഭാഷണമാണെങ്കിൽ നന്ദി കൊടുത്തോളണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപന്യാസമാണെങ്കിൽ ഈ ഒരു രീതിയിൽ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. ഗുരുദേവ ദർശനങ്ങളിലെ മാനവികത എന്ന വിഷയത്തിൽ ഉപന്യാസത്തിന് എന്ത് വേണം മക്കളെ? തലക്കെട്ട് വേണം. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് തലക്കെട്ടായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഗുരുദേവന്റെ, നമ്മൾ ഒരുപാട് തലക്കെട്ടുകൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ നല്ലൊരു എന്താ പറയാ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടൊക്കെയുള്ള നല്ലൊരു തലക്കെട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. അപ്പൊ ഉപന്യാസത്തിന് എന്ത് വേണം? ഉപന്യാസത്തിന് തലക്കെട്ട് വേണം. അതുപോലെ തന്നെ എന്താണ്? ആമുഖം. എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നല്ലൊരു ആമുഖമൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ, അദ്ദേഹത്തിന്റെ നമ്മുടെ കുറ്റിപ്പുഴ എന്താണ് പാഠഭാഗത്തിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എന്നിട്ടായിരിക്കണം, അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾക്കുള്ള പ്രസക്തി എന്താണ്, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം വിശദീകരിക്കേണ്ടത്. അവസാനം ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെ, എന്താണ് അവസ്ഥ, ജാതി മത വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഭേദങ്ങൾ ഇന്നും എന്താണ് നിലനിൽക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു അരാജകീയമായിട്ടുള്ള ഒരു അവസ്ഥയാണോ ഇന്നുള്ളത്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അതിനുള്ള പ്രസക്തി എന്താണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു മിനിമം 6 മാർക്കിന് നിങ്ങൾക്ക് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഈ രീതിക്ക് എഴുതിക്കൊള്ളണം. ഓക്കെ, ഭാരതത്തിലെ സന്യാസിമാർ ഏറിയ പങ്കും മോക്ഷം ലക്ഷ്യമാക്കി ഏകാന്തമായ തപസ് അനുഷ്ഠിച്ചവരായിരുന്നു. തങ്ങളുടെ ആശ്രമവും തപസ്സുമായിരുന്നു അവരുടെ ലോകം. തങ്ങളുടെ തപശക്തിയും ജ്ഞാനവും അവർ തികച്ചും സ്വാർത്ഥമായ ലക്ഷ്യപ്രാപ്തിക്കാണ് വിനിയോഗിച്ചത്. ശ്രീനാരായണ ഗുരു എന്ന യോഗി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. മോക്ഷം നേടുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തന്റെ യോഗശക്തിയും ജ്ഞാനശക്തിയും അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. സമൂഹത്തിലെ താഴേക്കിടയിൽ കിടന്നിരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു അദ്ദേഹം. മറ്റു യോഗിമാർക്കൊന്നും കഴിയാതിരുന്ന പല പ്രവർത്തനങ്ങളും അദ്ദേഹം തുടക്കം കുറിച്ചു. ജാതീയതയ്ക്കെതിരെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചത് ഗുരുവായിരുന്നു. സാധാരണ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ ജ്ഞാനം നേടുന്നതിലും അത് പകർന്നു നൽകുന്നതിലുമാണ് പ്രാധാന്യം നൽകുക. എന്നാൽ അറിവിനെ പ്രവൃത്തിയെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പ്രായോഗിക വേദാന്തത്തിനായിരുന്നു ഗുരു പ്രാധാന്യം നൽകിയത്. ഭൗതിക ജീവിതം നയിക്കുന്നവരെ വില കുറച്ച് കാണുന്ന പ്രവണത സാധാരണ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്കുണ്ടാവാറുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരു ഇവ രണ്ടും ഒരുപോലെ പ്രാധാന്യം കൽപ്പിച്ച് ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സാധാരണ മതപണ്ഡിതർ അവനവന്റെ മതത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് ഒരക്ഷരവും പറയാതെ എല്ലാ മതനദികളും ഒന്നാണെന്നും അവ ഈശ്വരൻ എന്ന ഒരൊറ്റ സമുദ്രത്തിലാണ്, അല്ലെങ്കിൽ മാനവികത എന്ന ഒരൊറ്റ സമുദ്രത്തിലാണ് പതിക്കുന്നത് എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഗുരു മുന്നോട്ട് വെച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം ഇതിനുദാഹരണമാണ്. വിശ്വസിക്കാൻ അവകാശമില്ലാതിരുന്ന സാധാരണക്കാർക്കായി അമ്പലങ്ങളും വിദ്യാഭ്യാസങ്ങളുമുള്ള ഒരു സമൂഹം ഏത് അനീതികളെയും ചോദ്യം ചെയ്യുമെന്ന തിരിച്ചറിവിൽ വിദ്യാഭ്യാസത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മറ്റു യോഗികളെ പോലെ ആധ്യാത്മികതയാൽ ആയിരുന്നില്ല ഗുരു മുന്നോട്ട് വെച്ചത്. പകരം എന്താണ് അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തികൾ, അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിതശുദ്ധി എന്നിവയാണ് അല്ലെ അധസ്ഥിത സമുദായക്കാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സാധാരണക്കാരുടെ ജീവിതം ഉയർത്താൻ അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസവും തൊഴിൽശാലകളും സംഘടനകളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടായിരുന്നു ഗുരു പ്രവർത്തിച്ചിരുന്നതും ഗുരു ചിന്തിച്ചതും. അറിവിന്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ച ജ്ഞാനസിദ്ധനും പ്രവർത്തനങ്ങളിലൂടെ വെളിച്ചമേകിയ കർമ്മസിദ്ധനുമായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ടത്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന അനീതികളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും ഒരു മാറ്റം കൊണ്ടുവരാനും തുടക്കം കുറിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. എന്നാൽ അദ്ദേഹം അന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു ലോകമല്ല നമ്മൾ
ഇന്ന് ഇത്ര അല്ലെ വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതി നേടി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നും നടക്കുന്നത് എന്താണ്? ജാതീയതയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകളും അല്ലെ എന്താ പറയുന്നത് അനീതികളും ഒക്കെ എന്താണ് ഇന്നും എന്താണ് സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അന്ന് ശ്രീനാരായണ ഗുരു കണ്ട ഒരു സ്വപ്നം നമുക്ക് അല്ലെ നമ്മൾ പുതിയ തലമുറയ്ക്ക് എന്താണ് സാക്ഷാത്കരിക്കാൻ സാധിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം നമ്മുടെ ആരുടേതാണ്? മത്തായിയുടെ അമ്മയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാക്കുണ്ണി അഥവാ ചെമ്പുമത്തായിയുടെ ഏത് പണയത്തിലെ കഥാപാത്ര നിരൂപണവും എന്താണ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 എസ്സേ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കഥാപാത്ര നിരൂപണവും എന്ത് ചെയ്യണം? പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പഠിച്ചോളാം. അപ്പം നമുക്കറിയാം അയൽക്കാർ തമ്മിലുള്ള കലഹവും മത്തായിയുടെ അമ്മയുടേത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അയൽക്കാർ തമ്മിലുള്ള കലഹവും ബന്ധങ്ങളിലുള്ള വിള്ളിച്ചകളും മനുഷ്യന്റെ അത്യാഗ്രഹവും എല്ലാം തുറന്നു കാണിക്കുന്ന കഥയാണ് കാരൂരിന്റെ കോഴിയും കിഴവിയും. വൈരാഗ്യത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും നന്ദികേടിന്റെയും എല്ലാം പ്രതീകങ്ങളാണ് കഥയിലെ ആരൊക്കെ? കഥാപാത്രമായിട്ടുള്ള മത്തായി മർക്കോസും. എന്നാൽ കഥയിലെ സത്യസന്ധതയുടെയും നന്മയുടെയും പ്രതീകമാണ് മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രം. അപ്പൊ ഇനിയിപ്പം കഥയുടെ ആസ്വാദനം ചോദിച്ചാലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം ട്ടോ. എന്നിട്ട് കഥയിൽ എങ്ങനെയൊക്കെയാണ് അവര് നിറഞ്ഞു നിൽക്കുന്നത് എന്നതാണ് പിന്നീട് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. കഥയിൽ കുറഞ്ഞ സാന്നിധ്യമേ ഉള്ളൂവെങ്കിലും ശക്തമായ കഥാപാത്രമാണ് അമ്മ. നാട്ടിൻപുറത്തിന്റെ നന്മയുള്ള അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ വിലയറിയുന്നവരാണ് അവർ. പട്ടിണിയും പ്രാരാബ്ധവും നിറഞ്ഞ ചെറുപ്പകാലത്ത് നിന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് ഉയരാൻ തന്നെ സഹായിച്ചത് മർക്കോസിന്റെ പിതാവാണെന്നത് അവർ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു. മദ്യപാനിയായ ഭർത്താവിന്റെ മരണശേഷം ഏറെ അധ്വാനിച്ചാണ് തന്റെ മകനെ അവർ വളർത്തിയത്. മർക്കോസിന്റെ കുടുംബത്തെ പറ്റിയുള്ള പരദൂഷണവും കുറ്റം പറച്ചിലും എല്ലാം മത്തായിയുടെ ശീലങ്ങൾ ആണെങ്കിലും അമ്മ അതിലൊന്നും കൂട്ടുകൂടാറില്ല. മകൻ കാണിക്കുന്ന നന്ദികേടിൽ എതിർപ്പുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പുത്രസ്നേഹത്താൽ കഥയുടെ തുടക്കത്തിൽ ആ അമ്മയ്ക്ക് കഴിയുന്നില്ല. എന്നാൽ കഥാന്ത്യത്തിൽ എത്തുമ്പോൾ അമ്മയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ അമ്മ മാറുന്നു. തന്റെ മകന്റെ ചതി കാരണമാണ് മർക്കോസിനെ പോലീസ് പിടിച്ചത് എന്ന് അവർ എല്ലാവരോടും തുറന്നു പറയുന്നു. നന്മയുള്ള നാട്ടിൻപുറത്തുകാരിയായ ആ അമ്മയ്ക്ക് മർക്കോസും സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. സ്വന്തം മകന്റെ അത്യാഗ്രഹവും ദ്രോഹങ്ങളും എല്ലാം കണ്ടു ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് കഥാന്ത്യത്തിൽ അവരുടെ ചിന്ത നന്മയുടെ പ്രതീകമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പ്രതികരണശേഷിയുള്ള ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഥാപാത്ര നിരൂപണവും എഴുതിക്കൊള്ളണം. അപ്പം ഇത്രയാണ് നിങ്ങൾ എന്താണ് കഥാപാത്ര നിരൂപണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കഥാപാത്ര നിരൂപണം ഏത് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും കഥാപാത്ര നിരൂപണം ഇനിയിപ്പോ ഏത് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് പാഠം, അതുപോലെ തന്നെ എഴുത്തുകാരൻ ആരാണ് എഴുതിയത്, അതുപോലെ തന്നെ ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ആശയം എന്താണ്, ഇതിലെ കഥാപാത്രമാണ് ഇന്ന ആൾ, അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വം, അവർക്ക് മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധം, അവരുടെ വ്യക്തിത്വം സ്വഭാവം ഒക്കെ മനസ്സിലാക്കുന്ന സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ സംഭാഷണങ്ങൾ, അതുപോലെ അവരുടെ പ്രവർത്തികൾ, ആ കഥയെ അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ സമൂഹത്തിൽ മാതൃകയാക്കാവുന്ന ഒരു കഥാപാത്രമാണോ അവർ, അതുപോലെ തന്നെ എന്താണ് ഈ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാക്കാവുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടും അവരുടെ നന്മ അല്ലെങ്കിൽ അവരുടെ മോശപ്പെട്ട ജീവിത രീതിയാണെങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ വിശദീകരിക്കേണ്ടത്. 6 മാർക്കിനാണ് ചോദ്യമെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു 2 പാരഗ്രാഫ് ആക്കിയിട്ട് വിശദീകരിച്ച് ഈ ഒരു ഭാഗവും എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് 6 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ. ആ രീതിക്ക് പഠിച്ചോളണം. പത്രനിധിയിൽ പത്രത്തിന്റെ ധർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പോയിന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് കോട്ടിങ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടായിരിക്കണം എസ്സേ എഴുതേണ്ടത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.